This morning, I invite your attention to Psalms 44. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സങ്കീർത്തനം 44 ശ്രദ്ധ ക്ഷണിക്കുന്നു. Psalms 44 verse 12, we read, you sell your people cheaply, and I have not increased your wealth to buy their sale. 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് അങ്ങയുടെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു, അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല. In another translation, we read, it says, you sold your precious people for a pittance, making nothing on the sale. ആമേൻ. വിൽക്കുന്നതിനൊന്നും ലഭിക്കാതെ തന്നെ അങ്ങയുടെ ജനത്തെ അങ്ങ് വിൽക്കുന്നു എന്ന് മറ്റൊരു വേർഷനിൽ വായിക്കുന്നു. So we see a very sad picture the psalmist is presenting in front of us, that God is selling his people for nothing and no profit from the sale. സങ്കീർത്തനക്കാരൻ 44-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് തന്റെ ജനത്തെ ദൈവം ഒന്നിനും ഒരു ലാഭവും കിട്ടാതെ തന്നെ മറ്റുള്ളവർക്ക് വിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു സങ്കീർത്തനമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. And I just want to kind of begin. Sometimes we begin a conversation to somebody and just ask, hey, how are you doing? What's happening? And we expect them to return with a very comfortable thing. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സംഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ജീവിത നിലവാരം എങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് അവർ പറയുന്ന അവരുടെ പ്രതികരണം, ഒരു നല്ല പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. But what happens that conversation within a minute it turns out to be very emotional, and then the person begin to kind of discharge a lot of negative things, and then all of a sudden you say, oh my God, why did I ask? ആമേൻ. എന്നാൽ പ്രതികരണത്തിൽ അവിടെ മറ്റു ആ വ്യക്തിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ വികാരനിർഭരമായ അവന്റെ ദുഃഖകരമായ അവസ്ഥകൾ, നെഗറ്റീവ് മോട്ടിവേഷൻസ് ഒക്കെ നമ്മോട് പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു പോയി എന്നൊരു ചിന്ത ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കാറില്ലേ? Keep that in picture, and then we will move towards Psalms 44. We will know that the beginning verses of Psalm 44 is very encouraging, very uplifting, and then it turns a different way. ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ 44-ാം അധ്യായം തുടങ്ങുന്നത് വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമായി തുടങ്ങിയിട്ട് അത് മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്ന സങ്കീർത്തനമായി നാം കാണുന്നുണ്ട്. I remember that the series that we were going through book of James is trials, and then this morning I want to kind of stay on the same theme, but it is from Psalms. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ട്രയൽസും പരിശോധനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് 44-ാം സങ്കീർത്തനത്തിൽ കൂടി നാം കാണുന്നത്. The beginning portion says what the Lord has, the God has done for the nation of Israel. ഇസ്രായേൽ ജനത്തിനു വേണ്ടി എന്റെ ദൈവം എന്ത് ചെയ്തു എന്ന് 44-ാം അധ്യായം തുടങ്ങുമ്പോൾ verse 1 we read, we have heard with our ears, our fathers have told us, Amen, the work, the mighty work you did in their days. ആമേൻ. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന ഒന്നാം വാക്യം പറയുന്നുണ്ട്. They're remembering the stories their parents told them. തന്റെ പിതാക്കന്മാർ കടന്നുപോയിരിക്കുന്ന അവസ്ഥകളെല്ലാം തങ്ങളോട് പറഞ്ഞത് അവർ ഓർക്കുക. They are saying that we heard with our own ears what our parents told us. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ടിരിക്കുന്നു എന്ന്. The parents told us that what a mighty God we have. ഓ, ഞങ്ങളുടെ ദൈവം എത്രമാത്രം ശക്തനായ ദൈവമായിരുന്നു എന്ന് അവരോട് പറഞ്ഞു. From the strong bondage of Egypt onwards, God performed so many miracles. മിസ്രൈമിലെ അടിമത്തത്തിലായിരുന്ന ഞങ്ങളുടെ ജനങ്ങളെ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തതല്ലേ? I am pretty sure that they have told all of those things to their children. ആ ചരിത്ര സംഭവങ്ങളെല്ലാം തന്റെ മക്കളോട് അതെല്ലാം വിവരിച്ചു പറഞ്ഞു കാണുമെന്ന് എനിക്ക്. How the Red Sea parted for them, how did they get water from the Flintstone Rock, how did they get manna every day and the meat every day, and the Jordan River dividing and then going into the promised land, all of that. ചെങ്കടൽ രണ്ടായി വിഭജിച്ചതും പാറയിൽ നിന്ന് വെള്ളം ഒഴിച്ചതും മന്ന നൽകിയതും അവിടെ ജോർദാൻ രണ്ടായി പിരിഞ്ഞതും ഇങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികളെല്ലാം ചരിത്ര സംഭവമായി തന്റെ മക്കളോട് വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Here verse 2 we read, you drove out the nations with your own hand. ആമേൻ. രണ്ടാം വാക്യം പറയുന്നു, അങ്ങയുടെ കൈ കൊണ്ട് അങ്ങയുടെ ജാതികളെ പുറത്താക്കി അവരെ നട്ടു എന്ന്
പറയുന്നു. Yes, you planted and established them. ആമേൻ. അവരെ പരക്കുമാറാക്കി എന്ന് രണ്ടാം ഭാഗത്തിൽ പറയുന്നു. And then verse 3 says, our fathers did not possess the promised land with their own sword. തങ്ങളുടെ വാളുകൊണ്ടല്ല ആ ദേശം കൈവശമാക്കിയെന്ന് മൂന്നാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു. And it says, with your right hand and your arm and in the presence, your presence brought the deliverance. അങ്ങയുടെ വലം കൈയും അങ്ങയുടെ ഭുജവും അങ്ങയുടെ മുഖപ്രകാശവും കൊണ്ടത്രേ അത് കൈവശമാക്കിയത്. We see the same thing in the book of Joshua. ആമേൻ. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. Joshua chapter 24 towards the end, Joshua is telling the people after he divided all the land and said, remember, you have all these blessings in front of you. 24-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ തന്റെ ദേശങ്ങൾ വിഭജിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ഓർക്കണമെന്ന് പറയുന്നു. Joshua particularly said, now you are living in the houses that you did not build. നിങ്ങൾ പണിതെടുത്ത സ്ഥലത്തല്ല നിങ്ങൾ താമസിക്കുന്നതെന്ന് അവരോട് വ്യക്തമായി and you are enjoying the blessings of this nation that you did not work for. നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്ക് അനുസരണമല്ല നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അനുഗ്രഹം. Amen. Joshua is saying that remember that and tell your children that. ആമേൻ. ഇത് ഓർത്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞു വരും തലമുറയോട് നിങ്ങൾ ഇത് വിളിച്ചു പറയണം. And that's what here says the fathers told us. ആമേൻ. പൂർവ്വ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് the parents told us. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ. This morning I want to remind that many a time we expect this kind of things to come from the pulpit of the church. പലപ്പോഴും നമ്മുടെ പ്രസംഗവേദിയിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ വിളിച്ചു പറയണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. And we can say it, but mostly that must come from the parents. അത് നമുക്ക് കേൾക്കുക തന്നെ ചെയ്യാം. എന്നാലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ തലമുറയോട് വിളിച്ചു പറയണം. So what is the psalmist saying? What the Lord has done for the nation? തന്റെ ജനത്തിന് വേണ്ടി തന്റെ ദേശത്തിന് വേണ്ടി ദൈവം ചെയ്തത് എന്തെന്നാണ് ഇവിടെ പറയുന്നത്. Verse 4 onwards, 4, 6, 7, and he's changing it. 4 തൊട്ട് 7 വരെ പറയുമ്പോൾ അവിടെ വീണ്ടും മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു. He's saying it not only for the nation, what the Lord has done for us. ആമേൻ. ഒരു ദേശത്തിന് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തതിനെ വിവരിച്ചു പറയുന്നു. Verse 4 says, you are my king. അങ്ങന്റെ രാജാവാകുന്നു. And we will give, amen, conquer the enemies. ആമേൻ. ഞങ്ങൾ ശത്രുവിനെ ഞങ്ങൾ കീഴടക്കുമെന്ന് പറയുന്നു. And he says, we will trample the enemy. ആമേൻ. ഞങ്ങൾ ശത്രുവിനെ തച്ചുടയ്ക്കുമെന്ന് പറയുന്നു. You have saved us. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചെടുത്തിരിക്കുന്നു. What I am trying to say is that earlier they say it was for they, my fathers, my parents, they got it, and then he is turning and saying, we got it, I got it, hallelujah, glory to God. ആദ്യ ഭാഗത്തില് അവർക്ക് പിതാക്കന്മാർക്ക് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അങ്ങനെ പറഞ്ഞവര് ഇപ്പോഴത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ആ ചരിത്രം വചനം പറയുന്നു. Brothers and sisters, the church, can we remember that? ആമേൻ. അങ്ങനെയുള്ള സംഭവം തന്നെ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? Amen. God has done wonderful things for our parents. നമ്മുടെ പിതാക്കന്മാർക്ക് അത്ഭുത പ്രവർത്തികളെ ചെയ്തെടുത്ത് വിളിച്ചുകൊണ്ട് വന്നു. For some of you are the first generation and you can say the Lord has done wonderful things for me. ആമേൻ. ഒന്നാം തലമുറയായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും അത്ഭുത പ്രവർത്തികൾ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. Let our children know that it is not we are living in a beautiful houses and driving wonderful cars. Amen. All of this thing not because of us. മനോഹര സൗധങ്ങളിൽ മനോഹരമായ കാറുകളിൽ കടന്നു പോകുന്ന നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്ന സമയമായത്. Amen. That's why Moses told in the book of Deuteronomy chapter 6 like this. ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലേക്ക് മോശെ കടന്നു വരുമ്പോൾ God told Moses to tell like this. ഇങ്ങനെ തന്റെ ജനത്തോട് വിളിച്ചു പറയണമെന്ന് ദൈവം മോശയോട് പറയുന്നു. He said you must tell your children. നിന്റെ മക്കളോട് ഇങ്ങനെ വിളിച്ചു പറയണം. Amen. It must be discussed in the evening time, in the dinner table, in the bedtime, when you are driving and all of this thing. ആമേൻ. വീട്ടിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും ദൈവത്തിന്റെ മഹത്വം വിളിച്ചു പറയണം. Amen. That's what our children need to hear. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടതും കേൾക്കേണ്ടത്. And I pray that God give us grace these days to share this thing to our children. ഇങ്ങനെ ദൈവം ചെയ്ത മഹത്വ പ്രവർത്തികൾ പറയാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളോട് പറയാൻ തക്കവണ്ണ കൃപ ദൈവം ഈ നാളുകളിൽ നമുക്ക് തന്നതിന് ദൈവത്തിന് But many a time in the dinner table conversations are very different. Many a time when we travel the conversations are different. What our children sometimes hear are the complaints and amen, what went wrong in the church in there and here and what hurt feelings and all of this thing
saturate their hearts. എന്നാൽ പലപ്പോഴും നാം ആയിരിക്കുന്ന തീന്മേശകളിലും നാം കടന്നു പോകുന്ന വാഹനങ്ങളിലൊക്കെയും ദൈവത്തിന്റെ മഹത്വ പ്രവൃത്തികളെ വിവരിക്കുന്നതിന് പകരമായിട്ട് സഭയ്ക്കകത്തെ പ്രശ്നങ്ങളും ആനുകാലിക പ്രശ്നങ്ങൾ മാത്രമല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. Amen. Let us change it. Amen. We all have room for that, for improvement. Amen. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും ഇംപ്രൂവ് ചെയ്യുവാനും മാറ്റപ്പെടുത്തി എടുക്കാനുള്ള പല അവസരങ്ങളും It might be appear boring to them, but they need to hear it. പലപ്പോഴും അവർക്ക് ബോറിംഗും വിരസമായി തോന്നുമെങ്കിൽ പോലും അത് നല്ലത് തന്നെ, അവിടെ അനുഗ്രഹത്തിന് നല്ലതാണ്. And that's what they have to see. Is the psalmist here saying, I praise his name. Verse 8, let's read that one. അവൻ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, In God we have boasted all day long. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. And we will praise and give thanks to your name forever. അങ്ങയുടെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിത്യം സ്തുതിക്കാനും നിത്യം പുകഴ്ത്താനും ആമേൻ കഴിയണമെങ്കിൽ ദൈവം എന്തു ചെയ്തു എന്ന് ഓർത്ത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ആരാധനയായിരിക്കണം. Hallelujah. Glory to God. Praise the Lord. Not out of compulsion, not out of force. Every time when a child of God remember what the Lord has done for me, nobody need to tell them to praise. പല പ്രേരണയാലല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോടായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന സ്നേഹത്തിൽ നിന്ന് അവരോട് വിളിച്ചു പറയുന്നത് അങ്ങനെയായിരിക്കണം. സ്തുതി സ്തോത്രം നമ്മുടെ നാവിൽ നിന്ന് മുഴങ്ങുന്നത്. Amen. Let that be a character of the child of God. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ വളർന്നു വരട്ടെ. Let people know that we are praising people. നമ്മളെ ദൈവത്തിന് മഹത്വം കരയറ്റുമെന്ന് മറ്റുള്ള ജനങ്ങൾ അറിയട്ടെ. Our God dwell on the praises of his people. ആമേൻ. തന്റെ ജനത്തിന്റെ നടുവില് സ്തുതിക്ക് മുകളിൽ വഴുന്ന ദൈവമാണെന്ന് മറ്റുള്ളവർ Yes, he comes in the midst and that is his promise, but you want to enjoy the presence of God, keep praising him. Hallelujah. ദൈവ സാന്നിധ്യം യഥാർത്ഥമായി തിരിച്ചറിയണമെങ്കിൽ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. And you know, for last wherever that I was and wherever I am, I don't need anybody to tell me to praise him. കഴിഞ്ഞ നാളുകളിൽ, എന്റെ ജീവിത നാളുകളിൽ ഞാൻ എവിടെയൊക്കെ ആണെങ്കിൽ പോലും എന്നോട് പരപ്രേരണ കൂടാതെ എന്നോട് ആരും പറയാതെ തന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. I begin with an apology that when I say this thing, if I ask how many of you when you came into this country for 1.5 years you walked 25 minutes one way to work. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ 1.5 വർഷമായിട്ട് ഇവിടെ ആയിരിക്കുന്നവർക്ക് അല്ലല്ല, ഇവിടെ വന്നവര് നിങ്ങളിൽ 1.5 വർഷം 25 മിനിറ്റ് വൺ വേ ജോലിക്കായി നടന്നു പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ. One brother, 25 miles. The first 6 years I drove an old car. That is without air condition. 6 years. 6 വർഷക്കാലം AC ഇല്ലാതെ ഞാൻ കാർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. How many of you worked 1.5 years in a restaurant? റെസ്റ്റോറന്റിൽ 1.5 വർഷക്കാലം എത്ര പേര് ഇതിനകത്തായിരിക്കുന്നവർ വർക്ക് ചെയ്തിട്ടുണ്ട്? Yes, pastor has everything now, but pastor had a time that he had nothing. ഇന്ന് അനേക സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഇതിനപ്പുറമായി മറ്റൊരു ജീവിതം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. That's why when they begin to sing a song, I cannot sit here, I just jump upon my feet. Amen. Because I know what the Lord has done for me. എന്നാൽ അതുകൊണ്ടാണ് പാട്ടുകൾ കേൾക്കുമ്പോൾ അവിടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഞാൻ ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ അത്രമാത്രം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തു. When I get into my prayer room, I don't even have the courage to stand up or sit, because I can only bow down because the Lord, what you have done in my life, how can I forget? എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്ത നന്മകൾ അത് ഓർക്കുമ്പോൾ എന്റെ പ്രാർത്ഥന റൂമിന്റെ അകത്ത് നിൽക്കുവാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുവാനോ അല്ല, മുട്ടിന്മേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനേ എനിക്ക് കഴിയത്തുള്ളൂ. Psalmist says, I will boast in the presence of God all day. ആമേൻ. ഞാൻ എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. And then he says, you can see in your book it says Selah, interlude, or like a stop, pause, think about this. ആമേൻ. അത് അടുത്ത പോർഷനിലേക്ക് സേല എന്ന് പറഞ്ഞ അവിടെ ഒരു നിമിഷം നിന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയായി മാറുന്നു. But verse 9, എന്നാൽ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, remember what I said earlier. Now Psalmist says, but now you have rejected us. എന്നാൽ ഇപ്പോഴും അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. You brought
us to dishonor. ആമേൻ. അപമാനത്തിന്റെ നടുവിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. You do not go out with us for war. ഞങ്ങളുടെ സൈന്യങ്ങളുടെ കൂടെ പുറപ്പെടുന്നതുമില്ലല്ലോ. Verse 11 he says, you have made us like a sheep to be eaten. ഭക്ഷണത്തിലുള്ള ആടുകളെ പോലെ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന്. Yeah, like a mutton pieces. They were saying the psalmist says, you have treating us like that. ആമേൻ. ആടുകളെ ഭക്ഷിക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കുന്നു. You scattered us. ആമേൻ. ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞിരിക്കുന്നു. That's where verse 12 says, you sold us for nothing. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിൽ വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു. The one who's supposed to protect us. ആമേൻ. സംരക്ഷിക്കേണ്ടവനായ ഒരുവൻ And he is selling us now. ഇപ്പോൾ ഞങ്ങളെ വിൽക്കുന്ന He's ഒരു അവസ്ഥ. throwing us away. ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ നിന്ന് എറിഞ്ഞു കളയുന്നത്. And the sad picture is this. എന്നാൽ ദുഃഖകരമായ ഒരു ചിത്രം എന്ന് പറയുന്നത്, if you put something in a Facebook market or something like that and say, I have a car to sell for a penny, you know, what does that mean? സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ നിങ്ങൾക്കുള്ള കാർ ഒരു പെന്നിക്ക് വിൽക്കുന്നു എന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, that means just come in and take it away. അപ്പൊ തന്നെ അത് വിറ്റുപോകുന്ന ഒരു It's a അവസ്ഥ. piece of junk. You know, if you drive it away, I'll be very happy. That's what it means. ആമേൻ. അത് ഒരു ജങ്കിനെ പോലെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല, എന്നാൽ ഒരു ജങ്കിന്റെ അവസ്ഥ ഉള്ള ഒരു കാർ എന്നൊരു അനുമാനത്തിലേക്ക് എത്തുന്നു. The same feeling the people have now. ആമേൻ. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ആ ജനത്തിന്റെ നടുവിലേക്ക് ഉള്ളിലേക്ക്. People think that God doesn't value us. He's just selling us for now price. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും നൽകാതെ ഒരു ലാഭത്തിനും വേണ്ടി അല്ലാതെ ഞങ്ങളെ വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സർവശക്തനായ ദൈവം എത്തിയിരിക്കുന്നു. Verses 1 to 8. This is a God of the past. ആമേൻ. 1 തൊട്ട് 8 വരെ നോക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചു All wonderful things, all marvelous things. Oh, what a mighty God we serve. അത്ഭുത കാര്യങ്ങളെ ചെയ്തെടുത്ത ദൈവം, എത്രമാത്രം അത്ഭുതങ്ങളെ ചെയ്തെടുത്ത ദൈവത്തെയാണ് അവിടെ വിളിച്ചു പറയുന്നത്. But verse 9 to 16 when we read, 9 തൊട്ട് 16 വരെ നാം വായിക്കുമ്പോൾ, this is our current situation. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വിളിച്ചു പറയുന്നു. Feel rejected. ഓ, തള്ളിക്കളഞ്ഞ അവസ്ഥ. So much pain. അത്രമാത്രം വേദന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. There was a time that we boasted all day, amen, and praised your name all day. അങ്ങയുടെ നാമത്തെ നിത്യ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിനം ഞങ്ങൾക്കുണ്ടായിരുന്നു. But the same God is receiving blame now. അതേ ദൈവം, സർവശക്തനായ ദൈവം ഇപ്പോൾ ഇവിടെ ജനത്തിൽ നിന്ന് Psalmist is saying, you are the reason that we are feeling defeat. ഞങ്ങൾ ഇപ്പോൾ തോൽവി അകപ്പെടുത്തുന്നതിന്റെ ഒറ്റ കാരണം അങ്ങ് സങ്കീർത്തനം. You do not come with us. ഓ, ഞങ്ങളോടൊപ്പം അങ്ങ് വന്നില്ലല്ലോ. You scatter us. ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞിരിക്കുന്നുവോ. I mean, you're selling us. ഞങ്ങളെ വിൽക്കുന്നുവോ. Look at our present situation, ഞങ്ങളുടെ God. ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നോക്കിയേ. That made them very upset. അത്രമാത്രം അപ്സെറ്റ് ആയിട്ട് അപ്സെറ്റ് മാറി. The reason in their mind they don't deserve to be that way. അങ്ങനെ പോകേണ്ടെന്ന അവസ്ഥയായി അല്ല, അങ്ങനെയുള്ള ചിന്തയിലല്ല. They don't expect God to treat them that way. അങ്ങനെ ഞങ്ങളുടെ ദൈവം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചതേ അല്ല. The reason for that, എന്നാൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്, let's read 17 and 18. 17-18 വരുമ്പോൾ, all this have come upon us, yet we have not forgotten you. ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ അങ്ങേ മറന്നിട്ടില്ല. You have been forced to your covenant, but our hearts have not turned back. അങ്ങയുടെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ച് ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. We have not wandered from you. അങ്ങിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പോയിട്ടില്ലല്ലോ. This is the situation some people are saying. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ജീവിത സാഹചര്യം ഇങ്ങനെ തന്നെയല്ലേ. Lord, I have been faithfully serving you. വിശ്വസ്തയോടെ ദൈവമേ ഞാൻ അങ്ങയെ സേവ ചെയ്തു. I listened to your voice. അങ്ങയുടെ ശബ്ദത്തിന് വേണ്ടി ശബ്ദം ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. I accepted you as my savior. ആമേൻ. ഞാൻ സ്വന്തം രക്ഷകനായി ഞാൻ അങ്ങ് സ്വീകരിച്ചു. When everybody else said no, I took water baptism. വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും അപ്പോഴും വിശ്വസ്തയോടെ ജലസ്നാനം ഞാൻ ഏറ്റതല്ലേ. I began to serve you in my community alone. ഈ സമൂഹത്തിന്റെ നടുവിൽ ഞാൻ ഏകനായി ഇരുന്ന് അങ്ങയെ I come for prayer. I attend the church. ആമേൻ. സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയോടെ നിലനിന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ. But why I am going through now? എന്നാൽ എന്തുകൊണ്ട് ഈ സാഹചര്യം എന്റെ ജീവിതത്തിന് എതിരായി? Do I deserve to be in this situation? ഇത് അനുഭവിക്കാൻ ഞാൻ യോഗ്യനാണോ ദൈവമേ? Oh, that is a question this morning. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു ചോദ്യമല്ലേ പലരുടെയും ഉള്ളിൽ. Lord, it was a great thing to say that you are marvelous and you have done wonderful things. അത്ഭുത കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം എന്ന് പറയുവാൻ നന്നായിട്ടുണ്ട്. But it is very
very painful to sit in this present situation when everybody else is rejecting me. മറ്റുള്ളവരാൽ തള്ളപ്പെട്ടു നിന്നുകൊണ്ട് വേദനയാ നിൽക്കുമ്പോൾ അത് വളരെ വേദനാജനകമായി എന്ന് എനിക്ക് പ്രഭാതത്തിൽ തോന്നുന്നു. Lord, I also know one thing. ആമേൻ. എന്നാൽ ഒരു കാര്യം കൂടി എനിക്കറിയാം. I always learned that if I kind of follow you, I serve you, you will bless me and protect me. ഞാൻ എപ്പോഴും അങ്ങേ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. Isn't it that at the end of verse 3 says, Lord, it says, you have brought victory because you have favored and delighted in them. അങ്ങേക്ക് ഞങ്ങളുടെ പ്രീതി ഉണ്ടായതുകൊണ്ട് വിജയം ഞങ്ങൾക്ക് തന്നതല്ലേ എന്ന് മൂന്നാം വാക്യത്തിൽ പറയുന്നു. Yeah, when God delights in us, we expect deliverance. ആമേൻ. ദൈവത്തിന് നമ്മുടെ പ്രീതി ഉണ്ടാകുമ്പോൾ നമുക്ക് ചില വിടുതലുകൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്നില്ലേ? So based on that learning in our head, ആമേൻ, നമ്മുടെ ചിന്തയിൽ അങ്ങനെയുള്ള ഒരു പഠിപ്പിലുണ്ട്. I serve you, I love you, I worship you, I do everything what you ask me to do, yet look at my situation. അങ്ങനെ എന്നോട് പറഞ്ഞതുപോലെ അങ്ങേ സേവിച്ച് അങ്ങേ പിന്തുടർന്ന് അങ്ങേ കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു, എങ്കിലും എന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നോക്കിയേ. The point where our theology crumbles. ആമേൻ. നമ്മുടെ വൈദിക പഠനങ്ങളെല്ലാം വീണു പോകുന്ന താറുമാറാകുന്നു. Brother and sister, there may be somebody this morning, amen, in that situation. ഇന്ന് പ്രഭാതത്തിൽ സഹോദര സഹോദരി ഇതിനകത്ത് ഈ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ചിലർ ഇതിനകത്തുണ്ട്. You may not loudly ask the question. ആമേൻ. ഒരു പക്ഷേ ഉച്ചത്തിൽ ഉറക്കെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു. But the inner groaning, if I can translate into words, that will say like this, Lord, do I deserve this way? എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേദനാജനകമായി ദൈവമേ ഞാൻ ഇത് അനുഭവിക്കാൻ യോഗ്യനാണോ എന്നൊരു ചോദ്യമല്ല ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്നത്. Lord, aren't you pleased in me? ആമേൻ. അങ്ങ് ഞങ്ങളിൽ പ്രീതിയാകുന്നില്ലേ? Lord, I feel like I'm in an unfair situation. ആമേൻ. ഞാൻ ഇപ്പോൾ ഒരു അൺഫെയർ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. Think about a marathon runner that he has been training for 3-4 years. ഒരു ദീർഘദൂര ഓട്ടക്കാരനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. He every day gets up very early morning and he just runs 10, 12, 13 miles for a part of the training. ആമേൻ. തന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എഴുന്നേറ്റ് 10, 15, 20 മൈൽ അവൻ ഓടുന്നു. He follow very rigid dietary restrictions. വളരെ വ്യക്തമായ രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അവന്റെ ജീവിതശൈലി He exercises and he does everything. താൻ ചെയ്യാവുന്ന എല്ലാ എക്സസൈസും ചെയ്തുകൊണ്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി. The long waited marathon runner 2 weeks before he fell down and broke his leg. മാരത്തോൺ എന്നാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് താൻ വീണ് തന്റെ കാലൊന്ന് ഒടിഞ്ഞു പോകുമ്പോൾ Don't he feel like, Lord, this is not fair? ആമേൻ. ഇത് ഫെയർ അല്ല, ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് അവൻ ചിന്തിക്കത്തില്ലേ? Then what about us? ആമേൻ. ഞാനും നമ്മളും ഈ സാഹചര്യത്തിൽ A family serving the Lord very sincerely. ആമേൻ. വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബജീവിതം. All of a sudden an unexpected health issue. അപ്രതീക്ഷിതമായ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ Don't we ask the question, Lord, isn't it fair? ഇത് ഫെയർ ആണോ അല്ലയോ കർത്താവേ എന്ന് ഒരുപക്ഷെ നമ്മും ചോദിക്കാറില്ലേ? Sometimes what about a job situation that a job was going well and I got a few promotion and I was thinking everything is good and all of a sudden this job is becoming a stressful thing and I don't even want to go to work. I mean, it's slipping out of my hand. എന്നാൽ നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് എല്ലാ നല്ല കാര്യങ്ങളും ലഭിച്ചുകൊണ്ട് എല്ലാ പ്രൊമോഷൻസും ലഭിച്ചെന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ Don't you feel like that is unfair? ഇത് അൺഫെയർ അല്ല എന്നൊരു പക്ഷെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ലേ? There was a time that the children were well connected with us. ആമേൻ. നന്നായി നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കടന്നു പോകുന്ന ഒരു സമയം. A joyful family. സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സമയം. All of a sudden you feel like there being disconnection. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഡിസ്കണക്ട് ഉണ്ടാകുന്നതായിട്ട് ഒരു ചിന്ത നിങ്ങളുടെ slipping out of our hand. They don't listen to us anymore. നമ്മെ തന്നെ നമ്മളിൽ നിന്നൊന്നും കേൾക്കാതെ the joy of the house became tense situation. ആമേൻ. അവിടെ ആയിരിക്കുന്ന സന്തോഷത്തിന് ഒരു താറുമാറാകുന്ന ഒരു അവസ്ഥ. The parents asking the question, God, is it this fair? ആമേൻ. ഇത് നന്നായാണോ ഇത് നന്നായി തന്നെയാണോ പോകുന്നത് കർത്താവേ എന്ന് ഒരു പക്ഷേ മാതാപിതാക്കൾ husband and wife, they love each other so much. ഹസ്ബൻഡും വൈഫും നന്നായി സ്നേഹത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. their life was so beautiful at the beginning days. തന്റെ ആദ്യ ജീവിതങ്ങളിൽ തന്റെ മനോഹരമായി കടന്നു പോകുന്ന all of a sudden now there is tension between them. അവരുടെ നടുവിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ടെൻഷൻ കടന്നു വരും. all of a sudden they don't understand each other and there is a communication problem. അവിടെ സംഭാഷണത്തിന് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വരുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു വിടു വരുന്നു. Lord, is this affair because I've been serving you? ഇത്രത്തോളം അങ്ങേ സേവിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. Why is my
family going this way? എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ കടന്നു പോകുന്നു? There are people like that. You name it, situations like that. ഓ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. Based on that, you are asking the question Psalmist is asking, verse 23. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ കണ്ടുകൊണ്ട് 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Awake, O Lord. ആമേൻ, കർത്താവേ ഉണരണമേ. Why are you sleeping? എന്തുകൊണ്ട് ഉറങ്ങുന്നു? Amen. Verse 24, why do you hide your face? ആമേൻ, എന്തുകൊണ്ട് അങ്ങയുടെ മുഖം ഞങ്ങളിൽ നിന്ന് And മറയ്ക്കുന്നു? forget our affliction and oppression. ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത്? All of a sudden, the psalmist is feeling like then in Psalm 23 he said, my God will not sleep or slumber. Now he feels like my God is sleeping all the time. ആമേൻ, സങ്കീർത്തനക്കാരൻ എന്റെ ദൈവം ഉറങ്ങുന്നില്ല, ഉറങ്ങുന്ന ദൈവമല്ല എന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന ദൈവത്തെ പോലെ സങ്കീർത്തനക്കാരൻ. Or he is saying you are intentionally ignoring me, God. മനഃപൂർവ്വമായി ഞങ്ങളെ മാറ്റിക്കളയുന്നു ദൈവം. You are hiding your face. അങ്ങയുടെ മുഖം മറയ്ക്കുന്നു എന്ന്. You don't want to see me anymore. ഞങ്ങളെ കാണരുതാത്ത രീതിയിൽ അങ്ങ് മാറി നിൽക്കുന്നുവോ എന്ന് പറയുന്നു. Do you feel that this morning that your God is keeping a distance from you? നിങ്ങളുടെ ദൈവം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ. I have been praying and praying and praying and praying and fasting, but I don't see an answer. പ്രാർത്ഥനയോടെ ഉപവാസത്തോടു കൂടി കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ലഭിക്കാത്തൊരവസ്ഥ. Lord, I have been faithful and serving you, but I don't see that. I don't really know your presence with me. വിശ്വസ്തയോടെ ഞങ്ങൾ അങ്ങയെ സേവിച്ചു കൊണ്ടുപോകുന്ന ഒരു അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥ. Lord, my situation is very difficult. വളരെ പ്രശ്നത്തിലൂടെ, വളരെ ഡിഫിക്കൽട്ടിലൂടെ, പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന എന്റെ സാഹചര്യം. Oh, I talked about a God of the past. ആമേൻ, ഞാൻ എന്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തെ പറ്റി ഞാൻ വിളിച്ചു പറഞ്ഞു. And but my situation now is painful, Lord. എന്നാൽ ഇന്നത്തെ സാഹചര്യം വളരെ വേദനാജനകമായി കടന്നു പോകുന്നുവല്ലോ. You're not coming with an answer for me. ആമേൻ, എന്റെ സാഹചര്യത്തിന് ഒരു മറുപടിയായിട്ട് അങ്ങ് കടന്നു വരുന്നില്ലല്ലോ. And verse 26 is read, rise up, O God. ആമേൻ, And 26-ാം come to be my help. ആമേൻ, 26-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. And ransom for us and say for the sake of your steadfast love. ആമേൻ, അങ്ങയുടെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. Look at the plea of the psalmist, Lord, redeem us. ആമേൻ, ഞങ്ങളെ ഒന്ന് വീണ്ടെടുക്കണമേ എന്ന് ആ സങ്കീർത്തനക്കാരൻ ഇവിടെ വിളിച്ചു പറയുന്നത് നോക്കിയേ. This is the cry of the Old Testament saying that redeem me, Lord. ആമേൻ, ഞങ്ങളെ ഒന്ന് വീണ്ടെടുക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പഴയ നിയമത്തിൽ പറയുമ്പോൾ Psalm 44 ends with no answer to that. ഒരു ഉത്തരം, തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ 44-ാം അധ്യായം അവിടെ അവസാനിക്കുന്നു. He poured out his heart. ആമേൻ, തന്റെ ഹൃദയത്തെ സന്നിധിയിൽ പകരുന്നു. Brother and sister, it is okay to pour out our heart. It is okay to take our raw emotions to our God. Our God is able. He is a big God. He can handle it. നമ്മുടെ പച്ചയായ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നതിന് തെറ്റൊന്നുമില്ല. അതിനെ ഏറ്റെടുക്കുവാനും അതിനെ സഹായിക്കാനും സന്നദ്ധനായ ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. Psalmist is teaching us and saying that don't have to hide it. You can go to your God. Don't go and tell everybody else. Go to the Lord and say, Lord, this is my feeling. ആമേൻ, ഒന്നും മറയ്ക്കാതെ തന്നെ ദൈവസന്നിധിയിൽ തന്റെ പച്ചയായ ഹൃദയത്തെ, തന്റെ പച്ചയായ സാഹചര്യത്തെ പറയാൻ കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്. And our God is willing and he is able to hear it. ആമേൻ, അത് കേൾക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന സർവശക്തനായ ദൈവമാണ് അതിന്റെ നടുവിലുള്ളത്. So this morning I talked to you that this psalmist is crying out, Lord, redeem me. ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് കരച്ചിലോടെ സങ്കീർത്തനക്കാരൻ ഇവിടെ അവസാനിക്കുന്നു. Why is all these things happening to me? എന്തുകൊണ്ട് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു? And he had no answer there. ആമേൻ, അവിടെ ഒരു ഉത്തരവും ലഭിക്കാതെ അത് അവസാനിക്കുന്നു. But the Holy Spirit is so wise. ആമേൻ, എന്നാൽ വളരെ ബുദ്ധിപരമായിട്ട് പരിശുദ്ധാത്മാവിനെ നടത്തുന്നു. He knew that you and me will read Psalm 44 and will have the same question. 44-ാം അധ്യായം ഞാനും നിങ്ങളും വായിക്കും, അങ്ങനെയുള്ള ഒരു ചോദ്യം കടന്നു വരുമെന്ന് ആ പരിശുദ്ധാത്മാവ് നന്നായി. So he used Apostle Paul to answer this question. അപ്പോസ്തലനായ പൗലോസിനെ അതിന്റെ മറുപടിക്ക് വേണ്ടി ദൈവം പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. Amen. Let's go to Romans chapter 8. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ, And we in the adult Sunday school we studied this Romans, and I tell you that is probably, if we have only an opportunity to have no Bible and only Romans chapter 8, I believe that person will go to heaven with the Romans chapter 8. മറ്റൊരു വേദപുസ്തകം ഒന്നുമില്ല, എന്നാൽ 8-ാം അധ്യായം റോമർക്ക് 8-ാം അധ്യായം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും
അതിൽ കൂടെ നാം സ്വർഗത്തിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because everything that we need is explained in the chapter. നമ്മുടെ ജീവനാന്ത ജീവിതകാലത്ത് വേണ്ടുന്നതെല്ലാം 8-ാം അധ്യായത്തിൽ നന്നായി It വിവരിച്ചിരിക്കുന്നു. starts with no condemnation and justification and the calling of God and the power of the Holy Spirit of God for prayer and the Spirit to raise up us from dead and you name it, everything is described there. എന്തൊക്കെ വിവരിക്കുമോ ദൈവത്തിന്റെ വിളി മുമ്പോട്ടുള്ള ജീവിതവും എല്ലാം എന്തൊക്കെയാവുന്നു അതെല്ലാം 8-ാം അധ്യായത്തിന്റെ അകത്ത് വിവരിച്ചിരിക്കുന്നു. And then he is going into an area where he is talking about the persecutions, the famine and the nakedness and the suffering. എന്നാൽ തന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ അവസാനത്തിലേക്ക് കടന്നുപോയി തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നിരാശയും പട്ടിണിയും ഉപദ്രവവും എല്ലാം പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. Romans 8:31 says, when then shall we say to all these things, if God is for us, who can be against us? ആമേൻ. 31-ാം വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. Praise God. ആമേൻ. So how does he explain the meaning of suffering? എന്താണ് ആ പീഡനങ്ങൾ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നത്? Pastor Paul is asking a question. ആമേൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ചോദ്യം To the Roman church, he is building a case and said, when you have justified and you have sanctified and you kind of got all these things, then how do you deal with when you go through persecution? വിശദീകരണം എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടിയിട്ട് അവസാനം പീഡനങ്ങളിൽ കൂടി കടന്നുപോയി എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പ്രതികരിക്കുന്നത്? That's what the things of when you kind of have the nakedness, the famine and the struggle and the challenge, how do you deal with it? ആമേൻ. ഇവിടെ പറയുന്ന 25-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ഇങ്ങനെയുള്ള അബദ്ധോ വാളോ ഇതൊക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പ്രതികരിക്കുന്നത്? Then Apostle goes says, can this separate you from the love of God? ഇതിൽ നിന്ന് എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുവാൻ ഇതിനെല്ലാം കഴിയുമോ എന്ന് Verse 35, who shall ever separate us from the love of Christ? അവൻ ദൈവ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തുവാൻ ഇതിനെ Will കഴിയുമോ? tribulation or distress or persecution or famine or nakedness or danger or sword, what can separate us? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതായ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. Then he inserted the verse 22 from Psalms 44. എന്നാൽ 44-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ് ഇതിനകത്തേക്ക് വിളിച്ചു For പറയുന്നത്. your sake we are put to death all day long and we are regarded as the sheep for the slaughter. നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. Amen. Apostle Paul inserted that scripture over there. ആമേൻ. ആ സങ്കീർത്തന ഭാഗമാണ് ഇതിനകത്തേക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതി ചേർത്തിരിക്കുന്നത്. He's talking about all the questions the psalmist had. ആമേൻ. ആ സങ്കീർത്തനക്കാരന്റെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ വിളിച്ചു പറഞ്ഞു. And inserting it over here and saying, ആമേൻ. ആ ചോദ്യങ്ങൾ ഇതിനകത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. said verse 37, yet all these things we are the more than conquerors. ആമേൻ. എന്നാൽ നമ്മൾ ഇതിലൊക്കെ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം, gain an overwhelming victory. ആമേൻ. പൂർണ്ണ ജയം ഇതിലൊക്കെയും പ്രാപിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു Some പറയുന്നു. says, I am rejected, I am in pain, you sold me, Lord, I am scattered, I have all this, but here Paul is saying that, amen, even when you are like a slaughtered sheep for the slaughter, you still have victory in the name of Jesus. Amen. Hallelujah. ആമേൻ. സങ്കീർത്തനക്കാരൻ തുടങ്ങുന്ന സങ്കീർത്തനത്തിൽ നിന്ദാപാത്രമായിരിക്കുന്നു, ലജ്ജാകരമായിരിക്കുന്നു എന്നതിന്റെ ജീവിതം എന്ന് വിളിച്ചു പറയുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇതിലൊക്കെയും ഞങ്ങൾ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. Because of him who loved us. ആമേൻ. അവിടുന്ന് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട്. Amen. Because our Lord loved us. നമ്മുടെ കർത്താവ് യഥാർത്ഥമായി നമ്മെ സ്നേഹിച്ചത് കൊണ്ട്. He is a God loving, he is not a God rejecting you. തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ സ്നേഹിക്കുന്ന He is not a God not abandoning you, he is loving you. ഉപേക്ഷിച്ച് കളയുന്ന കർത്താവിനെ അല്ല, സ്നേഹിക്കുന്ന കർത്താവിനെ ആ വിളിച്ചു പറയുന്നത്. There is nothing can separate us from this love. ഇതിലൊന്നിനും
നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്ന് വിളിച്ചു പറയുന്നു. Oh, that's verse 38. Let's read. അവൻ 38 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ I am convinced and continue to be convinced. ആമേൻ, ഞാൻ യഥാർത്ഥമായി ഇത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. Because I beyond any doubts. ആമേൻ, ഓ ഞാൻ ഉറപ്പോടെ ഒരു സംശയവും ഇല്ലാതെ ആയിരിക്കുന്നു. Nothing can separate. ഒന്നിനും ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. Neither death nor life nor angels nor principalities nor things present and threatening now or the things to come nor powers nor height nor depth nor anything created in the world or separate me from the love of God. ആമേൻ, മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ If that doesn't excite us, what will excite us? വരുവാനുള്ളതിനോ ഒന്നിനും ഉയരത്തിനോ താഴ്ചയ്ക്കോ ജീവനോ മരണത്തിനോ ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്ന് വിളിച്ചു പറയുന്നു. Not the persecution. ആമേൻ, കഷ്ടതയല്ല. Amen. Not the pain. ആമേൻ, വേദനയല്ല. Amen. Nothing can separate me. ഒന്നിനും ഞങ്ങളെ വേർപിരിക്കുവാൻ I have victory through Jesus Christ. യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ജയമുണ്ട്. I am conquering those things. ഞാൻ അതിനെല്ലാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. Praise God. ആമേൻ. What a way Paul is explaining this thing. ഓ, ഈ സാഹചര്യത്തെ പൗലോസ് അപ്പോസ്തലൻ എത്രമാത്രം നന്നായി മനോഹരമായി നമ്മുടെ മുമ്പിൽ വിവരിച്ചു കാട്ടിയിരിക്കുന്നു. So let me tell you, come back to the verse I read. Psalmist said, Lord, you sold us for pittance. You sold us without any price. ആമേൻ, ഒന്നിനും നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു, ഒന്നും ലഭിക്കാതെ അങ്ങയുടെ ജനത്തെ വിൽക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, But what is Paul is saying? എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എന്താ അവിടെ വിളിച്ചു പറയുന്നത്? No, that's not true. If God sold for pittance, he bought you with the highest price. Hallelujah. Oh, glory. വാങ്ങാതെ വിൽക്കുന്നു എന്ന് പറയുന്നല്ലോ, വളരെ വലിയ വില കൊടുത്താണ് നിങ്ങളെ വാങ്ങിച്ചിരിക്കുന്നത്. This table, the Holy Communion is telling that here we are not a people sold out by the God. We are a people bought by the precious blood of Christ. Hallelujah. ദൈവത്താൽ വിൽക്കപ്പെട്ട വളരെ ദൈവ ക്രിസ്തുവിന്റെ വിലയേറിയ നീളം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വിലപ്പെട്ട ജനങ്ങളാണ് ഞാൻ. 1 Corinthians 6:19 said we are purchased people. ആമേൻ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ഒന്ന് വിളിച്ചു പറയുന്നില്ലേ? 1 Peter 1:18 says you are purchased not by silver or gold. ആമേൻ, ഈ കാണുന്ന സ്വർണ്ണമോ വെള്ളിയോ കൊണ്ടുള്ള ആഭരണങ്ങളെ കൊണ്ടല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. By the blood, the innocent blood of the Lamb of God, the precious blood of Jesus Christ. ആമേൻ, നിഷ്കളങ്കമായ ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നു. Yes, he bought us. ആമേൻ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതല്ലേ? ആമേൻ. യെസ്, Hallelujah. Amen. The psalmist, the Old Testament people thought God sold them out, but we, the children of God, know that he bought us. സങ്കീർത്തനക്കാരൻ പൂർവ്വപിതാക്കന്മാർ വിചാരിച്ചത് തന്റെ ജനത്തെ ദൈവം വിറ്റുകളഞ്ഞു എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലെ വിശ്വാസികള് തന്റെ ദൈവം തന്റെ ജനത്തെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. Hallelujah, glory to God. Yes. Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. Glory to God. The psalmist thought, Lord, you are giving us like a sheep to be slaughtered, like a mutton pieces to be eaten by people. മറ്റുള്ളവരാലെ കടിച്ചു കീറപ്പെടുന്ന ആടുകളെ കുഞ്ഞാടുകളെ പോലെ ഞങ്ങളെ കളഞ്ഞിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, but the Holy Communion telling us a different story. എന്നാൽ ഇവിടെ ഇവിടെ ആയിരിക്കുന്ന കർത്തൃമേശം മറ്റൊരു ചരിത്രമാണ് വിളിച്ചു പറയുന്നത്. Isaiah 53 we read, amen, Jesus, Isaiah is seeing Jesus like this. ആമേൻ, 53 ഐശയ്യായുടെ പുസ്തകം 53 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ verse 7 says that he himself felt like he is like a sheep to be taken to the slaughterhouse, and he was silent in front of the butcher. ആമേനെ കൊല്ലുവാൻ തന്റെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ആടിനെ കൊല്ലുവാൻ കൊണ്ടുവന്നതിന്റെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്നു എന്ന് 7-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു. Brother and sister, സഹോദരാ സഹോദരി, our God is not the one, amen, making you and me
suffered. ആമേൻ. കഷ്ടതയിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെയല്ല ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു He പറയുന്നത്. himself suffered for you and me. എനിക്കും നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് കഷ്ടതയിൽ കൂടി Glory തന്റെ to ജീവിതത്തെ God. കടത്തിവിട്ടിയ ഒരു Amen. കർത്താവിനെ വിളിച്ചു പറയുന്നത്. The Holy Communion telling that Amen. my God Yes. is not the one sending me to be the slaughterhouse. He himself became the lamb and be slaughtered. ആമേൻ. ഈ പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കത്തിരിക്കുവാനുള്ളവനെ പോലെ നമ്മളെ വിടുന്നതല്ല, തന്നെ പീഡനങ്ങളിൽ കൂടി കടത്തിവിട്ടിയ ഒരു കർത്താവിനെയാണ് കർത്തൃമേശയിൽ കൂടി കാണുന്നത്. Amen. What was Psalms 44:26 said? 44 സങ്കീർത്തനം 44 26 കടന്നു വരുമ്പോൾ Psalmist said, Lord, redeem us. ആമേൻ. ഞങ്ങളെ ഒന്ന് വീണ്ടെടുക്കണമേ കർത്താവേ എന്ന് വിളിച്ചു There പറയുന്നു. is no answer to the question there. ആമേൻ. അവിടെ വിളിച്ചു പറയുന്ന നിലവിളിക്ക് ഒരു മറുപടി കാണുന്നില്ലല്ലോ. But for a child of God, we know that there is somebody redeemed us. ആമേൻ. എന്നാൽ ദൈവ പൈതലായി നമുക്ക് ചിലവൻ വീണ്ടെടുത്തു എന്ന് നമുക്കറിയാം. Oh, his name is Jesus. ആ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. Matthew 26:28, Jesus said, when you come in, he was taking the bread and the cup and said, this body that is broken for others and the blood shed to redeem you from your sin. ആമേൻ. മത്തായിയുടെ സുവിശേഷം 26:28 അനേകർക്ക് വേണ്ടി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് വിളിച്ചു പറയുന്നു. Glory to God. Answer to the old term question, answered and said, I redeemed you. I redeemed you from your sins. ആമേൻ. പൂർവ്വപിതാക്കന്മാർ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ അതിനുള്ള മറുപടി പുതിയ നിയമത്തില് ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. A child of God in the Old Testament, the saint was sitting and crying for a redemption. When in a New Testament, a person experienced the joy of redemption. How can we sit here? Hallelujah. ആമേൻ. വീണ്ടെടുപ്പിന്റെ വിരോധിയായിട്ട് പഴയ നിയമ പിതാക്കന്മാർ സങ്കീർത്തനക്കാരൻ നിലവിളിക്കുമ്പോൾ ഈ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന തിരുവേശ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയും? If that doesn't swell our hearts with the gratitude and stand upon our feet and praise him and honor him for thanking him for the gratitude. ആ വീണ്ടെടുപ്പിന്റെ വിലയെ നാം ഒന്ന് ആഴമായി തിരിച്ചറിഞ്ഞെങ്കിൽ അതിന്റെ ഉള്ളത്തിൽ നിന്ന് പോകുന്ന നന്ദി സൂചകമായി നിങ്ങൾ ഇരിക്കുന്ന ഇരിടത്തു നിന്ന് എഴുന്നേറ്റ് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. Let me tell you what we see on the cross. ആമേൻ. ആ ക്രൂശിൽ എന്താണ് കണ്ടതെന്ന് ഞങ്ങൾ It പറയാം. was not the story of selling somebody for a pittance. It was a man buying me with a priceless. Hallelujah. Amen. വിലമതിക്കാനാകാത്ത രക്തം കൊണ്ട് ക്രൂശിൽ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ ടേബിൾ എന്നെ വിളിച്ചറിയിക്കുന്നത്. ആമേൻ. നന്ദി Glory to God. കർത്താവേ. Somebody paid that price. ആമേൻ. ഇതിനു വേണ്ടി ഒരുവൻ നമുക്ക് വേണ്ടി വില കൊടുത്തത്. His name is Jesus. ആ പേരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. That's why this morning we said there is no name, amen, better than the name of Jesus. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഉപരിയായിട്ട് മറ്റൊരു നാമം ഈ ഭൂലോകത്തിൽ എടുത്തു പറയാനില്ല എന്ന് നമ്മൾ പാടി. That's why we sang together and said, under the name everything will bow down. ആമേൻ. ആ നാമത്തിന് കീഴെ എല്ലാ നാമം മുട്ടുമടക്കും, എല്ലാം മുട്ടുമടക്കുമെന്ന് നാം പാടി ആരാധിച്ചില്ലേ? Not only that, this morning I am standing here with a confidence. ആമേൻ. വളരെ ആത്മാർത്ഥതയോടെ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. I am not abandoned. ആമേൻ. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. I feel like I may not deserve it, amen, for all the things, but at the same time, what about I don't deserve this also, the precious victory that he gave it to me through the cross. ആമേൻ. ആ ക്രൂശിൽ കൂടി ഞാൻ ഇത് അനുഭവിക്കാൻ യോഗ്യനല്ല. അതുപോലെ തന്നെ ക്രൂശിൽ നിന്ന് ജയോത്സവത്തോടെ ഞങ്ങൾക്ക് കിട്ടിയത് ഇതും അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തൊരവസ്ഥ. But he made us, you and me, by his grace worthy. ആമേൻ. ആ കൃപയോണ്ട് ഇതിനൊരു യോഗ്യതയാക്കി അവിടുത്തെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നെ നിങ്ങളെ മാറ്റി. So I don't complain. ആമേൻ. അതുകൊണ്ട് ഞാൻ പരാതിയല്ല ഉന്നയിക്കുന്നത്. I don't murmur, Lord. ആമേൻ. ഞാൻ ദൈവത്തോട് മർമർ ചെയ്യത്തില്ല. Amen. I know what I go through. ഞാൻ എങ്ങനെ കടന്നു പോകുന്നെന്ന് എനിക്കറിയാം. That's a reality. അതാ യാഥാർത്ഥ്യമായ ഒരു ജീവിതം തന്നെ. But I know one day എന്നാൽ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു. I am going to be a conqueror. ആമേൻ. ഞാൻ എന്നാൽ കീഴടക്കുന്ന പൂർണ്ണ ജയം പ്രാപിക്കുന്ന ഒരുവനായിരിക്കും. That cannot separate me from the love of my God. എന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് ഈ സാഹചര്യം ഒന്നും പിന്മാറ്റുവാൻ കഴിയത്തില്ല. Because he showed me a greater love. വലിയ
ഈ ഒരു സ്നേഹമാണ് തിരുമേശയിൽ കൂടി എന്നെ വിളിച്ചു He പറയുന്നത്. gave his life for me. എനിക്ക് വേണ്ടി തന്റെ ജീവിതത്തെ ബലിയാടാക്കിയ ഒരുവൻ. Oh, when I remember that love, ആമേൻ. ഞാൻ ആ സ്നേഹത്തെ ഒന്ന് ഓർക്കുമ്പോൾ I surrender myself. ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ കീഴടക്കി താഴ്ത്തി ഏൽപ്പിക്കുന്നു. Child of God, you walked into this place with a pain, questions, and struggles. That's part of our life. ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് വേദനയോടെ ചോദ്യത്തോടെ കടന്നു പോകുന്ന സാഹചര്യത്തിലെ ചോദ്യങ്ങളോട് നിങ്ങൾ ഇതിനകത്ത് കടന്നു വന്ന സഹോദര സഹോദരി. Your life may be the portrait of the second portion of Psalms 44. ആമേൻ. 44ന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ചിത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഇപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കടന്നു പോകുന്നത്. But this morning I want to remind you what Apostle Paul beautifully presented in Romans 8. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എത്ര മനോഹരമായാണ് അത് വിവരിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. We are victors. നമ്മൾ വിജയാളികളാ. We will have victory. നമുക്ക് ജയമുണ്ട്. Don't give up. ആമേൻ. ഒരിക്കലും ഉപേക്ഷയായി മാറരുത്. Trust in the Lord. ദൈവത്തിൽ വിശ്വസ്തയോടെ നിൽക്കുക. Put your complete confidence in Him. നിങ്ങൾ ആയിരിക്കുന്ന പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുക. That's what the Holy Communion is telling us. അതാണ് ഈ തിരുമേശ നമ്മൾ ഇതിനകത്തുകൂടി നമ്മളോട് വിളിച്ചു പറയുന്നത്. The communion telling me that I am the most precious thing my God owns. ആമേൻ. ദൈവം ഓൺ ചെയ്തതില്ല, ദൈവം കരസ്ഥമാക്കൽ ഏറ്റവും വിലയേർപ്പെട്ട ഒന്നാണ് എന്റെ ജീവിതമെന്ന് ഈ തിരുമേശയിൽ കൂടി വിളിച്ചു There പറയുന്നു. is nothing. ആമേൻ. മറ്റൊന്നും അതിന് മുകളിലില്ല. Young people, remember this thing. യൗവനക്കാരെ ഇത് കാണുമ്പോൾ ഇത് തന്നെ ഒന്ന് ഓർക്കുക. You are the most precious thing our God Jesus owns. ആമേൻ. യേശുക്രിസ്തു നേടിയതിൽ ഏറ്റവും വിലപ്പെട്ട വിലയേറിയ ഒന്ന് നിങ്ങളുടെ ജീവിതമെന്ന് യൗവനക്കാരാ. Don't let anybody else tell you other words. ആമേൻ. മറ്റൊരു വ്യക്തി നിങ്ങളെ പറ്റി മറ്റൊരു തരത്തിൽ പറയുവാൻ അനുവദിക്കരുത്. If you are the most precious person, precious thing. ആമേൻ. അത്രമാത്രം എന്റെ സ്വർഗ്ഗത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവിന് മുമ്പിൽ പ്രഷ്യസ് ആയിട്ട് വിലപ്പെട്ടതായിട്ട് നിൽക്കുന്നെങ്കിൽ then you are there for a purpose. എന്നാൽ നിങ്ങൾ അതിനകത്ത് ഒരു ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. God has a purpose about you. നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ You may തിരിച്ചറിയണം. not know that now, ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എങ്കിൽ but പോലും trust in Him, He will reveal to you. ആമേൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഉറച്ചു മുമ്പോട്ട് പോ. ദൈവം ഒരു നാളിൽ അത് നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തി തരും. And God will use you for His glory. തന്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി ദൈവം ഒരു നാളിൽ നിങ്ങളെ ഉപയോഗിക്കും.